ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സോ രണ്ട് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് 1 ചൂസ് ചെയ്യുന്നവർ 1 എന്ന നമ്പർ ചൂസ് ചെയ്യുക. ഗ്രൂപ്പ് 2 ചൂസ് ചെയ്യുന്നവർ 3 എന്ന നമ്പർ യൂസ് ചെയ്യുക. ഓക്കെ, സോ 1 ആൻഡ് 3 ഇതിൽ ഏത് വേണേലും എടുക്കാം. ഓർ രണ്ട് ഗ്രൂപ്പും കണ്ടു നോക്കാം. കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സെയിൽസ് ടീമിൻ്റെ നമ്പർ തന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്ക് ക്രിസ്റ്റൽ പ്രോഡക്റ്റ് സ്റ്റോക്കിൻ്റെ വീഡിയോ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ആസ് വെൽ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഫോളോ ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ടുഡേയ്സ് റീഡിംഗ്. സോ ഗ്രൂപ്പ് 1 നമ്പർ 1 ചൂസ് ചെയ്ത പ്രേക്ഷകർക്ക് എന്താണ് വരാൻ പോകുന്നത്, അടുത്തത് എന്ത്? 55 എന്ന നമ്പർ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകരെ കാണുന്നുണ്ടാകാം. ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഏറെ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, കൂടുതലും പഠിക്കാൻ പോകുകയാണ്. പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ട്, കൂടുതൽ പഠിക്കണം എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ യെസ്. സോ ആദ്യം വന്നത് ഹെർമിറ്റ് കാർഡാണ്. ആൻഡ് ദെൻ പേജ് ഓഫ് വാൻഡ്സ്. സോ ഇവിടെ പറയുന്നത് പ്രേക്ഷകർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ആൻഡ് ഹാങ്മാൻ ആണ് വന്നത്. ദാറ്റ് ഈസ് ഇതുവരെ പ്രേക്ഷകർ ആലോചിക്കാത്ത ഒരു കാര്യം, ചെയ്യാത്തൊരു കാര്യം, ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. എഗെയിൻ 55 നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രേക്ഷകർക്ക് ഒരു വലിയ ചേഞ്ച് തന്നെയാണ് ഈ ഒരു സ്പിരിച്വൽ പഠിത്തം. സ്പിരിച്വൽ വർക്ക് ആയിരിക്കാം, സ്പിരിച്വലി ചെയ്യുന്ന പുതിയതായി പഠിക്കുന്നതായിരിക്കാം. ഇത് വലിയൊരു ചേഞ്ചാണ് പ്രേക്ഷകരുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്. ക്വീൻ ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ എന്ത് കാര്യം ചെയ്യുന്നതിലും നന്നായി ആലോചിച്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡെഫിനറ്റ്ലി ഒരു മെൻറ്റോറാണ്. ഓക്കെ, ഈ മെൻറ്റോർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന, മെൻറ്റോർ ഇൻ ദ സെൻസ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഈ ഗൈഡ് ചെയ്യുന്ന ആൾ എന്ത് പറയുന്നു അത് അനുസരിക്കുക. ഓക്കെ, അതുപോലെ ചെയ്യുക. വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകും. മാ കാളി അമ്മയുടെ അനുഗ്രഹമുണ്ട്. സോ മൈറ്റ് ബി നിങ്ങൾ മാ കാളി വർക്ക്ഷോപ്പ് എടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നോക്കുന്നുണ്ടാകാം. സോ ഇറ്റ്സ് എ യെസ്. ഈ ഒരു സ്പിരിച്വൽ വർക്ക് അല്ലെങ്കിൽ പഠിത്തം പ്രേക്ഷകർ ചെയ്ത് കഴിയുമ്പോൾ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ്. ബിക്കോസ് ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വേഗതയാണ് വരാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് സാമ്പത്തിക ബാലൻസ് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾക്ക് ഏറെ സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്നതാണ്. മൂൺ കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം ഹൈലൈറ്റഡ് ആകും. അതുപോലെ തന്നെ സൈക്കിക് എബിലിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ് അത് തെളിയുന്നതാണ്. ഓക്കെ, സോ വാട്ട് ഐ സേ ഈസ് ഇൻറ്റ്യൂഷന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, ഓം എന്ന മന്ത്ര കണ്ടിന്യൂസ്ലി ചെയ്യൂ, ചാൻറ്റ് ചെയ്യൂ. 7 ഓഫ് വാൻഡ്സ് ആണ് വരുന്നത്. സോ മൈറ്റ് ബി നിങ്ങൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന സ്പിരിച്വൽ വർക്കിനെതിരെ നിൽക്കാൻ ആൾക്കാർ ഏറെ ഉണ്ടാകും. ഓക്കെ, അത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ബിക്കോസ് ഈ ഒരു സ്പിരിച്വൽ വർക്ക് ഒത്തിരി ആൾക്കാരെ പീസ് ഓഫ് ചെയ്യുന്നതാണ്. ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പഠിത്തമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സ്പിരിച്വൽ വർക്ക് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന റിച്വൽസ് ആകാം. ഓക്കെ, നിങ്ങൾ എവിടുന്നോ കേട്ട റിച്വൽ ആകാം, അല്ലെങ്കിൽ ചെയ്യുന്ന റിച്വൽ ആകാം. അത് തന്നെ ഏറെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. 4 ഓഫ് കപ്സ് ആണ്. യെസ്, ലോൺലിനെസ് ഉണ്ടാകും, ഒറ്റപ്പെടലുടെ ഭാവം ഉണ്ടാകും. അതുപോലെ തന്നെ ചില പ്രേക്ഷകർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ പാസ്റ്റ് അനുഭവങ്ങളെ മറക്കാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു കരിയർ ആണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കരിയറിൽ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ സമ്പാദ്യം, അല്ലെങ്കിൽ പേര്, പ്രശസ്തി, എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചിലർക്ക് വീട്ടിൽ റെസ്പെക്റ്റ് ഉണ്ട്. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങളുടെ
വീട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങൾക്ക് റെസ്പെക്ട് തരുന്നില്ല അല്ലെങ്കിൽ ആ റിക്കഗ്നിഷൻ തരുന്നില്ലെങ്കിൽ അതും നൽകുന്നതാണ്. 6 ഓഫ് വാൻഡ്സ് ആണ് വന്നത്. നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. എന്നാൽ ഈ വിജയത്തിന് ഏറെ ആൾക്കാർ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അതിലൊരു ബെസ്റ്റ് ഫ്രണ്ടും നിങ്ങൾക്ക് ലഭിക്കാം. ഓക്കെ, മൈറ്റ് ബി നിങ്ങളുടെ കൊലീഗ് ആകാം, ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗ്രോത്ത് ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഗ്രോത്ത് ആണ്. ചില സമയത്ത് പെതുക്കെയുള്ള ഗ്രോത്ത് ആകാം, ചില സമയത്ത് പെട്ടെന്നുള്ള ഗ്രോത്ത് ആകാം. പക്ഷെ നിങ്ങളുടെ ഗ്രോത്ത് ഒരിക്കലും നിൽക്കില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരിക്കലും സ്റ്റക്കായി പോവില്ല. എപ്പോഴും അതിലിങ്ങനെ ഒരു വഴി തുറന്നു വന്നുകൊണ്ടേയിരിക്കും. വേൾഡ് കാർഡാണ് വന്നത്. ഇത് നിങ്ങളുടെ ഒരു കാർമിക് പാറ്റേൺ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, സോ മേ ബി കർമ്മ റിലീസ് റിച്വൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, കർമ്മ ഹീലിംഗ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആൻസസ്ട്രൽ ഹീലിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അത് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ ഐ ടേക്ക് അഫർമേഷൻ. I can change patterns when I change my mind about it. So ഞാനിപ്പോൾ പറഞ്ഞുള്ളൂ, നിങ്ങളുടെ പാറ്റേൺസ് ആണ് ചേഞ്ച് ആകുന്നത്. ഓക്കെ, സോ ആൻസസ്ട്രൽ റിച്വൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മൺഡേ ദിവസങ്ങളിൽ ആൻസസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശിവ ഭഗവാനെ, വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ആൻസസ്റ്റേഴ്സിൻ്റെ ഗാർഡിയൻ ഏഞ്ചൽസിനെ വിളിക്കൂ. ആൻഡ് ദെൻ അവർക്ക് ഹീലിംഗ് കൊടുക്കാൻ പറയൂ. ഓക്കെ, റിക്വസ്റ്റ് ചെയ്യൂ. ആൻഡ് ആ ഹീലിങ്ങിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് വരുന്നതായി നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സങ്കല്പിക്കാം. ഓക്കെ, ആൻസസ്റ്റേഴ്സ് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. when I respect my money respects me. So money respect ഏറെ വേണം. സോ മണി റെസ്പെക്റ്റ് എങ്ങനെയൊക്കെ വേണം? ചില പ്രേക്ഷകർ പണം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ അത് ഡിസ്റെസ്പെക്റ്റാണ്. പണം കൊണ്ടൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ഡിസ്റെസ്പെക്റ്റാണ്. പണം അല്ല ലൈഫ് എന്ന് പറഞ്ഞാലും ഡിസ്റെസ്പെക്റ്റാണ്. എന്നാൽ പണം തന്നെയാണ് എല്ലാം പറഞ്ഞാലും ഡിസ്റെസ്പെക്റ്റാണ്. ഓക്കെ, സോ മണിക്ക് നിങ്ങൾ എങ്ങനെയാണ് റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കുന്നത്? ഒരാൾക്ക് കൊടുക്കുമ്പോൾ എറിഞ്ഞു കൊടുക്കുകയാണോ, അല്ലെങ്കിൽ റെസ്പെക്റ്റോടെ കൊടുക്കുകയാണോ? പണം കയ്യിൽ വരുമ്പോൾ റെസ്പെക്റ്റോടെ ഒരിടത്ത് വെക്കുകയാണോ, അല്ലെങ്കിൽ വെറുതെ ഒരിടത്ത് കൊണ്ടുപോയി വെക്കുകയാണോ? പല കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കൂ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പണത്തെ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് മുഷിവ് തോന്നാം. ഓക്കെ, ബട്ട് ദ തിങ് ഈസ് എനർജിയാണ്, പണം എനർജിയാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് എനർജിയെ റെസ്പെക്റ്റ് ചെയ്യുന്നോ അതുപോലെ റെസ്പെക്റ്റ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. സ്റ്റിൽനെസ് ഈസ് ദ കീ ടു സക്സസ്. സോ മെഡിറ്റേറ്റ് ഏറെ ചെയ്യൂ. പ്രേക്ഷകരുടെ സക്സസ് പ്രേക്ഷകരുടെ മെഡിറ്റേഷനിലാണ്. ഓക്കെ, എത്ര നിങ്ങളുടെ മൈൻഡ് പീസ്ഫുൾ ആണോ അത്രയും സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, സോ ഇതാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1ൻ്റെ റീഡിംഗ് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ ചാനൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 കണ്ടു നോക്കുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 2 ചൂസ് ചെയ്തത് നമ്പർ 3 ആണ്. എന്താണ് പ്രേക്ഷകരുടെ ലൈഫിൽ അടുത്തത് വരാൻ പോകുന്നത്? പ്രേക്ഷകർ ഒരു പാർട്ട്ണർഷിപ്പ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ, ഓക്കെ, അത് ഫ്രണ്ട്ഷിപ്പ് ആകാം, ലൈഫ് പാർട്ട്ണർ ആകാം, ബിസിനസ് പാർട്ട്ണർ ആകാം. ഓക്കെ, സോ നിങ്ങളൊരു പാർട്ട്ണറെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്ണറാണ് നിങ്ങൾക്ക് വരുന്നത്. ഡിവൈൻ പാർട്ട്ണർ എന്ന സ്വിച്ച് വേർഡ് ചൊല്ലിയവർക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു പാർട്ട്ണറാണ് വരുന്നത്. ഈ ഒരു പാർട്ട്ണർ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതാണ്. ജോബിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, ഫ്രണ്ട് ആയിക്കോട്ടെ, വളരെയധികം നിങ്ങളെ മനസ്സിലാക്കുന്നതും ആൻഡ് നിങ്ങൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന ഒരാളാണ്. ആർക്കേഞ്ചൽ റഫായലിൻ്റെ ആൻഡ് ആർക്കേഞ്ചൽ ആറിയലിൻ്റെ ഏറെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. ബിസിനസ് പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ടും വളരെ നല്ല ഉയർച്ചയാണ് ഈ ഒരു പാർട്ട്ണർ ലൈഫിൽ വന്നു കഴിയുമ്പോൾ. വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ആൻഡ് 6 ഓഫ് വാൻഡ്സ് ആണ്. സോ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രേക്ഷകർക്ക് നിങ്ങളുടെ കരിയർ ഡെഫിനറ്റ്ലി
നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്താണോ അതിൽ നിന്ന് വെളിയിൽ, ദാറ്റ് ഈസ് മറ്റ് രാജ്യങ്ങളിൽ അറിയപ്പെടുന്നതാണ്. അതിൻ്റെ സക്സസ് ആണ് വരാൻ പോകുന്നത്. സോ നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിട്ടുണ്ട് മറ്റാൾക്കാർ നിങ്ങളുടെ വർക്ക് അറിയണം, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അറിയണം, അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് സർവീസസ് അവരെടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അഫർമേഷൻസ് പറയാം ദാറ്റ് എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ കരിയർ അല്ലെങ്കിൽ ഫ്രീലാൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഈ ഒരു രാജ്യങ്ങളിൽ, ഏത് രാജ്യത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലയൻസ് വേണ്ടത് ആ രാജ്യത്തിൽ അറിയപ്പെടുന്നു എന്നുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി കൊടുക്കാം. ഓക്കെ, ക്വീൻ ഓഫ് വാൻസ് ആണ് വരുന്നത്. ഒരു ബിസിനസ് കൊലാബറേഷൻ വിത്ത് ക്വീൻ നടക്കാം. ക്വീൻ എന്ന് പറയുന്നത് വളരെയധികം സ്റ്റേബിളായ ഒരു ബിസിനസ് നടത്തുന്ന ഒരു ലേഡി ആകാം, ഒരു ജെൻസ് ആകാം, ഒരു ഫെമിനൈൻ എനർജിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫെമിനൈൻ എനർജി റിസീവിങ് മോഡിലാണ്. സോ ഈ ഒരു കൊലാബറേഷൻ നിങ്ങൾക്ക് വലിയ ഫ്രൂട്ട്സ് കൊണ്ടുവരും. ഓക്കെ, സാമ്പത്തികം നിങ്ങളുടെ കൂട്ടും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വളരെയധികം ചേഞ്ച് വരും, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഏറെ കൂടും, ഇൻഡിപെൻഡൻസ് ഏറെ ഉണ്ടാകും, അതുപോലെ തന്നെ പുതിയ അറിവുകളും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതാണ് ഈ ഒരു കൊലാബറേഷൻ. സോ അങ്ങനെ ഒരു കൊലാബറേഷൻ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാതിരിക്കുക, ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതുവരെ സമ്പാദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഓക്കെ, പണം വരുന്നുണ്ട് പക്ഷെ അതുപോലെ ചിലവാകുകയാണ്, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് നല്ലൊരു അവസരമാണ് പ്രേക്ഷകർക്ക് വരുന്നത്. ഓക്കെ, 5 ഓഫ് സ്വോർഡ്സ് ആണ് വരുന്നത്. എന്നാൽ ഈ ഒരു കൊലാബറേഷന് ഇഷ്ടപ്പെടാത്ത ഏറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. ഓക്കെ, സോ മൈ ബി നിങ്ങൾ ആരോടാണോ ഈ ഒരു പാർട്ട്ണർഷിപ്പിന് ചേരുന്നത്, ഓക്കെ, ആ പാർട്ട്ണറെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെയും അവരുടെയും പാർട്ട്ണർഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ നിങ്ങളെപ്പോൾ ഈ വിവരം അറിയുന്നു, ആരെങ്കിലും നിങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തമ്മിൽ, ലൈഫ് പാർട്ട്ണർ, ഫ്രണ്ട്സ് ഓർ കൊലീഗ് ഓർ ബിസിനസ് പാർട്ട്ണർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യേണ്ട അവസരം ലഭിക്കുന്നതാണ്. ഓക്കെ, ഏത് കാര്യം ദാറ്റ് ഈസ് നിങ്ങൾ പീസ്ഫുള്ളി കൊണ്ടുപോകൂ എന്നതാണ് പറയുന്നത്. ഓക്കെ, പീസ്ഫുള്ളി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. നിങ്ങൾക്ക് ഏറെ കൊലാബറേഷൻസ് വരുന്നുണ്ട്, ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് കൊലാബറേറ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീട്ടിലെ, ദാറ്റ് ഈസ് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ പോകാൻ, ദാറ്റ് ഈസ് എവിടെയാണോ, ഇപ്പോൾ നിങ്ങൾ ഏത് കൺട്രി അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ താമസിക്കുന്നത് അവിടുന്ന് മറ്റൊരു സ്റ്റേറ്റോ കൺട്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഉണ്ടാകും. സോ ഡെഫിനറ്റ്ലി ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിരിക്കും പ്രേക്ഷകർ. 13 എന്ന നമ്പർ ചില പ്രേക്ഷകർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരുന്നത് എങ്ങനെ ബാലൻസ് ചെയ്യണം ലൈഫ്. ഓക്കെ, സോ മൈറ്റ് ബി വർക്ക് ആൻഡ് ഫാമിലി ലൈഫ് ബാലൻസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ വർക്കിൽ തന്നെ 3 ഓർ മോർ ഓഫ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പാർട്ട് ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ്, ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ് ആയിരിക്കാം. ഇൻറ്റ്യൂഷൻ വളർത്താൻ ശ്രമിക്കൂ. 70225 എന്ന നമ്പർ കണ്ടിന്യൂസ്ലി ചൊല്ലും. ഹീലിംഗ് ആണ് വരുന്നത്. പ്രേക്ഷകരുടെ ലൈഫിൽ സബ് കോൺഷ്യസ് ലെവലിൽ ഈ ഒരു വരുന്ന പാർട്ട്ണർഷിപ്പ് ഏറെ ഹീലിംഗ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, ഏറെ ഹീലിംഗ് കൊണ്ടുവരുന്നതാണ്. സോ മണി ബ്ലോക്കേജസ് പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഓർ റിലേഷൻഷിപ്പ് ബ്ലോക്കേജസ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിപ്പോകുന്നതാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന്. ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് പുതിയൊരു ലവ് എനർജി അനുഭവപ്പെടുന്നതാണ്. ഒരു എൻതൂസിയാസം നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ, ഒന്നും ചെയ്യാനുള്ള ഒരു ഊർജം നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ആസ് വെൽ ആസ് ഒരാൾ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് നൽകുന്നതുമാണ്. അതൊരു ഫ്രണ്ട് ആകാം, ലോങ് ലോസ്റ്റ് ഫ്രണ്ട് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വിട്ടുപോയ ഒരാളാകാം, ബട്ട് അവർ നിങ്ങൾക്ക് ഫുൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ റെഡിയാണ്. ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങളുടെ സ്പിരിച്വൽ പവർ കൂടുകയാണ്. പ്ലസ് നിങ്ങൾക്ക് ഡൗൺലോഡ്സ് ഏറെ കിട്ടുന്നതാണ്. ഓക്കെ, സോ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡ്രീംസിൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില ഇൻഫോർമേഷൻ ലഭിക്കാം. അത് രാവിലെ എണീക്കുമ്പോൾ ജേർണലിൽ എഴുതി വെക്കുക ആൻഡ് ദെൻ റീഡ് ചെയ്യുക. ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ബെനിഫിഷ്യലാണ്.
ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹീലിംഗ് എനർജി നൽകാം. ഓക്കെ, 3 ഓഫ് വാൻസ് ആണ് വരുന്നത്. ആക്ഷൻ എടുക്കൂ, നിങ്ങൾക്ക് സൗഭാഗ്യമാണ് വരാൻ പോകുന്നത്. ഓക്കെ, സൗഭാഗ്യം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളല്ല. സൗഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റക്നെസ്, നിങ്ങളുടെ ബ്ലോക്കേജസ് മാറിപ്പോകുക, ലൈഫ് സ്മൂത്തായി പോകുക, അതൊരു സൗഭാഗ്യമാണ്. ലവേഴ്സ് കാർഡ് ആണ് വന്നത്. ചോയ്സസ് അവൈലബിൾ ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നിൽ കൂടുതൽ കൊലാബറേഷൻ ചില പ്രേക്ഷകർക്കുണ്ട്. സോ ചോയ്സ് ആണ്, ശ്രദ്ധിച്ച് എടുക്കുക. ഓക്കെ, ഏത് ചോയ്സ് നിങ്ങൾക്ക് ലോങ് ടേം സക്സസ് നൽകുന്നു ആ ചോയ്സ് ആണ് പ്രേക്ഷകർ എടുക്കേണ്ടത്. സോ അഫർമേഷൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ഐ സറണ്ടർ ഇറ്റ് ഓൾ. ഒന്നും മനസ്സിലാകുന്നില്ല, എന്ത് ചെയ്യണം മനസ്സിലാകുന്നില്ല, എല്ലാം സറണ്ടർ ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് 2 ചോയ്സസ് എടുക്കണം, എന്ത് ചെയ്യണം എന്നറിയത്തില്ല, സറണ്ടർ ചെയ്യൂ. ബൈ സ്പ്രെഡിങ് ലവ് എനർജി ഐ അട്രാക്ട് മോർ ലവ്. സോ ഞാൻ പറഞ്ഞിരുന്നു, ലവ് റിലേഷൻഷിപ്പ്. ഓക്കെ, ലവിങ് എനർജിയാണ് പ്രേക്ഷകർക്ക് കൂടാൻ പോകുന്നത്. സോ അവിടെ എല്ലാ കാര്യങ്ങളും വളരെ ലവിങ്ലി ചെയ്യാൻ ശ്രദ്ധിക്കൂ. ഓക്കെ, ദേഷ്യം മാറ്റി വെക്കാൻ ശ്രദ്ധിക്കൂ. വെൻ ഐ ഓണർ മൈ ഫീലിങ്സ് ഐ ഫൈൻഡ് മൈ പവർ ഇൻ പവർലെസ് സിറ്റുവേഷൻസ്. ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ബിക്കോസ് മറ്റാൾക്കാർ അവിടെ ഇരിക്കുന്നു ആൻഡ് നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്ന് പറയാൻ പഠിക്കുക. നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അതിനെ അക്നോളജ് ചെയ്യുക. എപ്പോൾ പ്രേക്ഷകരുടെ ഫീലിങ്സിനെ ഓണർ ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, അത് നിങ്ങൾ എപ്പോൾ അതിനെ അംഗീകരിക്കുന്നു ആ സമയത്ത് നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനും തരണം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് ഇന്നത്തെ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർക്ക് എൻ്റെ വീഡിയോ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാന്റഡ് 1111 കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.